ഹലോ ഗൈസ്, പത്തനംതിട്ടൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ടെന്ന് നയന പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ ഒത്തിരി കാശൊക്കെ ആയി കാണുമല്ലോ, എടുക്കണ്ടായിരുന്നു എല്ലാവർക്കും എന്ന് പറയും. അത് സാരമില്ലച്ചാ, എൻ്റെ ശമ്പളം എൻ്റെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചോളാൻ ആദർശേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ ദൂർത്തടിച്ച് കളയുന്ന ആളൊന്നും അല്ലല്ലോ, അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് കാശ് എടുക്കണ്ടേ എന്ന് ചോദിക്കും. അന്നേരം കനയ്ക്കും സന്തോഷമൊക്കെ ആകുന്നുണ്ട്. അന്നേരം ഗോവിന്ദൻ പറയും, എന്നാൽ നന്ദുവിനെ വിളിക്ക്, നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യാമെന്ന്. അല്ലെങ്കിൽ അവൾ കൂട്ടുകാരെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വീടിനെക്കുറിച്ചൊന്നും ഓർക്കത്തേ ഇല്ലെന്ന് പറയും. കനക ഉടനെ ചോദിക്കുന്നുണ്ട്, ആ കൂട്ടുകാരുടെ കൂട്ടത്തിൽ അനിയുണ്ടോയെന്ന്. അതറിയത്തില്ലമ്മ എന്ന് നയന പറയും. എന്തായാലും നിങ്ങൾ അവളെ ഒന്ന് വിലക്കണം കേട്ടോ, അവനുമായിട്ട് കൂട്ടുകൂടാനൊന്നും പോകണ്ട എന്ന് പറയും. അനാമികയുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സ്വഭാവം അറിയാമല്ലോ എന്ന് പറയും. അത് ശരിയാ, നന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ അനാമികയെ അവളുടെ അച്ഛനും അമ്മയും ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് നവി അകത്തേക്ക് അങ്ങ് പോകും. അപ്പോൾ നയനി ആ കൂടെ അങ്ങ് കയറി പോകുന്നുണ്ട്. അനാമിക ആ സന്തോഷ വാർത്ത ജാനകിയോടും ജലജയോടും പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമാണ്. ഇനി നന്ദു പോലീസ് ഓഫീസർ ആകത്തില്ലല്ലോ, അവളുടെ SI മോഹം അങ്ങ് തീർന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ജാനകി. അന്നേരം ജലജ പറയും, എന്തായാലും മോളുടെ അമ്മയും അച്ഛനെ സമ്മതിക്കണം, ഇങ്ങനൊരു കാര്യം നന്നായിട്ട് നോക്കി ചെയ്തു കളഞ്ഞല്ലോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ മോനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അത് മൊത്തം കുളവാക്കിയേനെ അവൻ. അതുകൂടാതെ അവൻ തല്ലും മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നേനും. എന്തായാലും അവളുമാരുടെ ആ സന്തോഷം അങ്ങ് തീർന്നു. അവരുടെ വീട്ടിലിപ്പം മൊത്തം സങ്കടവും കരച്ചിലും ബഹളവും ആണെന്നൊക്കെയാണ് കേട്ടത്. അവളുമാർ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടെന്ന് പറയും. അവരറിഞ്ഞോ ഇക്കാര്യമെന്ന് ജാനകി ചോദിക്കുന്നുണ്ട്. ഇപ്പം അറിഞ്ഞു കാണുമായിരിക്കും. എന്തായാലും കൂട്ടക്കരച്ചിലിനുള്ള വകയായിട്ടുണ്ട്. എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ എന്തുമാത്രം ദ്രോഹിച്ചത് അവൾ അകത്ത് തന്നെ കിടക്കണം, ജയിലിൽ തന്നെ കിടക്കും, നോക്കിക്കോ എന്നൊക്കെ അനാമികയും പറയുന്നുണ്ട്. അത് ശരിയാ, മോളുടെ അച്ഛനെയും അമ്മയും അന്ന് വീട്ടിൽ കയറി തല്ലിയത് ഈ നന്ദുവും അവളുടെ കൂട്ടുകാരുമാണെന്നുള്ള കാര്യം ഉറപ്പല്ലേ. അതിന് പകരമായിട്ട് തന്നെ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിയാകത്തില്ലെന്ന് അനാമികയോട് ജലജയും പറയുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഏറ്റവും സങ്കടമെന്ന് പറഞ്ഞാൽ അനിക്കാണ് നന്ദു അകത്തായി പോയതിൽ ഇത്രയും സങ്കടമെന്ന് പറയും. അത് ശരിയാണ് ജാനകിന്ന് ജലജയും സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ പേരിൽ ഈ അനാമികയെ കൊണ്ടുവന്ന് അവൻ വീട്ടിൽ വിടുമോയെന്ന് സംശയമുണ്ടെന്നും ജലജ പറയും. അത് കേൾക്കുമ്പോഴത്തേന് ജാനകി പറയും, അതെന്തായാലും അവൻ മാത്രം തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല, എനിക്കിപ്പോൾ എൻ്റെ മകനെക്കാട്ടിലും ഇഷ്ടമാണ് എൻ്റെ മരുമോളോടെന്ന് ജാനകിയും പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ അവളെ ഒന്ന് പോയി കണ്ടാൽ കൊള്ളാവുന്നുണ്ടെന്ന് ജലജ പറയുമ്പോഴത്തേന് അനാമിക പറയും, ഇപ്പം വേണ്ട അപ്പച്ചി, അവൾ എന്തായാലും ജയിലിൽ പോകുമല്ലോ, നമുക്കപ്പം ജയിലിൽ പോയി കാണാം, അതാ ഒന്നുകൂടെ സുഖമെന്ന് പറയും. അത് മതി, എന്നാൽ നമുക്ക് അന്നേരം പോകാം. പിന്നെ നമ്മൾ ഒരുപാട് ഇവിടെ സംസാരിക്കുകയൊന്നും വേണ്ട, ഇവിടെ ആർക്കെങ്കിലും സംശയമാവുകയല്ലേ, നമ്മളാണ് ഇതിന് പിന്നിലെന്ന്, അതുകൊണ്ട് ആരോടും മിണ്ടണ്ട എന്ന് പറഞ്ഞ് ഇവരങ്ങ് മാറും. ജയനും അജയനും ആദർശവും ഒക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നന്ദുവിനെ എങ്ങനെയും രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പം ജയൻ പറയുന്നുണ്ട്, ഞാൻ അച്ഛനെ വിളിച്ചായിരുന്നു, അച്ഛൻ മാരാര് വക്കീലിനോട് പറഞ്ഞിരുന്നു എന്നാ പറഞ്ഞെന്ന് പറയും. പക്ഷേ അച്ഛൻ പറഞ്ഞത് മാരാര് വക്കീലിനെ ഞാൻ വിളിക്കുന്നതിന് മുമ്പേ മാരാര് വക്കീൽ ഈ കേസ് ഏറ്റെടുത്തു എന്നാണ് പറഞ്ഞ്. ഇനിയിപ്പം നയനയുടെ വീട്ടിൽ ആർക്കെങ്കിലും വക്കീലുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ വല്ല ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ നയന എന്നോട് പറഞ്ഞേനെ ഒന്ന് ആദർശം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറി വരുന്ന ദേവയാനി ഇത് കേൾക്കുന്നുണ്ട്. ദേവയാനിക്ക് ചിരിയൊക്കെ വരും, പക്ഷേ ഗൗരവത്തിൽ തന്നെ വന്ന് നിൽക്കും. എന്നിട്ട് പറയും, എന്തായാലും നന്ദു രക്ഷപ്പെട്ടാൽ മാത്രം മതിയെന്നേ ഉള്ളൂ എന്ന് ജയൻ പറയുന്നുണ്ട്. ആ കുട്ടി എന്താ നന്ന സ്വഭാവമുള്ളതാ, SI സെലക്ഷൻ കിട്ടിയതല്ലായിരുന്നോ, ഇനിയിപ്പോൾ അതിനെ ആരെങ്കിലും കുടുക്കിയതാണോ സംശയം ഉണ്ടെന്നൊക്കെ ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ദേവയാനി പറയും, എന്തായാലും ആ കുട്ടി രക്ഷപ്പെടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹമെന്ന്. അതിന് അമ്മ ആത്മാർത്ഥമായിട്ടാണോ ഇങ്ങനെ പറയുന്നതെന്ന് ആദർശ് ചോദിക്കുന്നുണ്ട്. അത് ആ കുട്ടിയുടെ ഭാവിയെ ബാധിക്കില്ലേ? ഞാൻ അങ്ങനെ ആരെയും അത്രയ്ക്ക് കുറ്റം പറയുന്ന ആളൊന്നുമല്ല. ആ കുട്ടി ചെയ്തത് തന്നെ തെറ്റല്ല, ശരിയായ ഒരു കാര്യം ചെയ്തപ്പം ഞാനും ആ ശരിയായ കാര്യത്തിനൊപ്പം നിൽക്കുന്നു. നന്ദു പുറത്ത് വരണമെന്ന് തന്നെയാണ് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ദേവയാനി പറയും. അപ്പം ആദർശ് പറയും, അമ്മ ഇങ്ങനെ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞതെങ്കിൽ നന്ദു ഉറപ്പായിട്ടും തിരിച്ചു വരിക തന്നെ ചെയ്യും അമ്മയെന്ന് ആദർശം പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട്, നന്ദു തിരിച്ചു വരിക തന്നെ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ നയനമോളുടെ കണ്ണുനീര് എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, ഞാൻ നന്ദുവിൻ്റെ തല്ലൊന്നും കണ്ടിട്ടില്ല, പക്ഷേ ആദർശും അനിയൊക്കെ പറഞ്ഞു കേട്ടുള്ള അറിവിൽ തന്നെ ആ കുട്ടി നല്ല ഒരു ഫൈറ്റർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മനസ്സുള്ള പെൺകുട്ടികൾ വേണം SI സെലക്ഷനിലേക്കൊക്കെ വരാൻ എന്ന് പറയുമ്പോൾ ആദർശ് പറയും, അവൾ നല്ല ആരോഗ്യമുള്ള 4 പേര് വന്നാൽ പോലും അടിച്ചിടുന്ന പരുവത്തിലുള്ള ആളാണ്, അപ്പോൾ ഇവളെ ആരോ കുടുക്കിയതാണെന്നുള്ള കാര്യം ഉറപ്പാണെന്നും ആദർശ് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനിയാണ്. അനി
വെപ്രാളപ്പെട്ട് വണ്ടിയും കൊണ്ട് സ്റ്റേഷനിലേക്ക് വരികയാണ്. എന്നിട്ട് നന്ദു ഇരിക്കുന്നിടത്തേക്ക് വരുന്നുണ്ട്. നന്ദു അങ്ങ് അനിയെ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര സങ്കടമാകുന്നുണ്ട്. എന്നാലും താൻ ഇവിടുന്ന് കുറച്ച് ദിവസത്തേക്കാണെങ്കിലും മാറി നിൽക്കുന്നു കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു. പക്ഷെ അതിനേക്കാൾ സങ്കടമായിപ്പോയി താനിപ്പോൾ ഇങ്ങനൊരു കാര്യത്തിന് ഇവിടെ വന്നിരിക്കേണ്ടി വന്നതിലെന്ന് അനാമികയോട് പറയുമ്പോൾ അനാമിക പറയും, എന്തോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനൊരു പെണ്ണും ആണുമായിട്ട് വഴക്കുണ്ടാക്കുന്ന കണ്ടപ്പോഴത്തേന് ആ ചെറുപ്പക്കാരൻ്റെ പ്രവൃത്തിയിൽ ചോദ്യം ചെയ്യുകയും അവനെ ഒന്ന് തല്ലുകയും ചെയ്തതേ ഉള്ളൂ. പക്ഷെ അവൻ ഇപ്പം നട്ടലൊടിഞ്ഞു എന്നുള്ള പരുവത്തിലൊക്കെയാണ് ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നത്. എന്നെ ചതിക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനൊരു നാടകം കളിച്ചതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത്. ആ പെൺകുട്ടി കൂടെ കൂടിയാണ് വന്നിപ്പോൾ ഇവിടെ പരാതി കൊടുത്തിരിക്കുന്നതെന്നും കേൾക്കുന്നെന്ന് പറയും. പിന്നെ ആ എസ് ഐക്ക് അഭിയേട്ടനോടൊരു ചുരുക്കുണ്ടല്ലോ ഇന്നാളത്തെ ആ ബഹളത്തിൻ്റെ പേരിൽ, അതും കൂടെ കാരണമാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്. മാരാര് വക്കീൽ എന്ന് പറഞ്ഞൊരു വക്കീൽ വന്നിരുന്നു എന്നെ പുറത്തിറക്കാനായിട്ട്. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ ഒന്നും പരിചയമില്ല, ഞങ്ങളുടെ കുടുംബത്തെ ആർക്കും പരിചയമില്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ വക്കീലാണെന്നാണ് എസ് ഐ പറഞ്ഞത്. അദ്ദേഹം വന്നിട്ട് പോലും ഈ എസ് ഐ എനിക്ക് ഇപ്പം ജാമ്യം തരാതെ ഇരുന്ന് ഈ അഭിയേട്ടനോടുള്ള പ്രശ്നം കാരണമാണെന്നാണ് മനസ്സിലായത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൊക്കെ അത് മനസ്സിലാകുന്നുണ്ടെന്ന് പറയും. എന്തായാലും എനിക്കെതിരെ കേസ് കൊടുത്തവൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നല്ലേ പറഞ്ഞത്. അവനെ ഞാൻ അത്രയ്ക്ക് തല്ലിയിട്ടൊന്നുമില്ല, ചെറിയ തല്ലൊക്കെ കൊടുത്തിട്ടുള്ളൂ. അവനിപ്പോൾ എനിക്കെതിരെ നട്ടല് പ്രശ്നമുണ്ടെന്നുള്ള പരുവത്തിലാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനാണെങ്കിൽ ഞാൻ ജയിലിൽ പോവുകയാണെങ്കിൽ തിരിച്ചു വരുമ്പം ഇവൻ്റെ നട്ടൽ ഞാൻ ശരിക്കും വലിച്ചൂരുകയും ചെയ്യും. അതിന് പുറകിൽ നിന്നവരെ എല്ലാവരെയും ഞാൻ എടുത്ത് അലക്കിയിട്ട് വീണ്ടും ജയിലിൽ തന്നെ അങ്ങ് പോവുകയും ചെയ്യുമെന്ന് നന്ദു പറയുന്നുണ്ട്. എന്നാലും തനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ടെന്നൊക്കെ പറഞ്ഞ് അനി നന്ദുവിൻ്റെ കയ്യിലൊക്കെ പിടിക്കുന്നൊക്കെ ഉണ്ട്. നന്ദുവിനും ഭയങ്കര സങ്കടമൊക്കെയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ടാണ് അനി ഇറങ്ങിപ്പോകുന്നത്. അത് കണ്ടുകൊണ്ട് ഒരു കോൺസ്റ്റബിൾ അങ്ങോട്ട് കയറി വരും. അപ്പം നന്ദുവിനോട് ചോദിക്കും, ആരാ കാമുകനാണോ എന്ന്. അല്ല, ഭർത്താവാ, എൻ്റെ അല്ല, വേറൊരു പെൺകുട്ടിയുടെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നന്ദു പോയി ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്. അനി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനാണ് എസ് ഐ പോകാനായിട്ട് വണ്ടിയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അനി ഓടി ചെന്നിട്ട്, സാറേ എന്താ നന്ദുവിന് ജാമ്യം കിട്ടാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്തായാലും കേസ് അത്രയ്ക്ക് സ്ട്രോങ് ആണ്, നാളെ കോടതി വെച്ച് മാത്രമേ ഞാൻ ജാമ്യം തരത്തുള്ളൂ. പിന്നെ മൂർത്തി സാറിൻ്റെ കൊച്ചുമകനാണെന്ന് പറഞ്ഞ ഒറ്റ ഒരു ഇതുകൊണ്ടാണ് തനിക്ക് ആ കുട്ടിയെ കാണാനുള്ള അവസരം ഞാൻ തന്നത്. പിന്നെ ആ കുട്ടി അത്ര ചെറിയ സാധനമൊന്നും അല്ല കേട്ടോ, ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു കൂസലുമില്ലാതാണ് ഇരിക്കുന്നതും സംസാരിക്കുന്നതും. അത് സാറേ, അവളും നാളെ നിങ്ങളെപ്പോലെ തന്നെ യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു എസ് ഐ ആയിട്ട് ജീവിക്കേണ്ട ആളല്ലേ, അതിൻ്റേതായ ഒരു തൻ്റെ ഇടം അവക്കുണ്ടെന്ന് പറയും. ഇങ്ങനെയുള്ള തൻ്റെ ഇടമുള്ള പെൺപിള്ളേർക്ക് ആണുങ്ങളോട് പ്രത്യേക ഒരു വൈരാഗ്യം തന്നെയുണ്ട്. ഇവളുമാരൊക്കെ എസ് ഐ ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ നാട്ടിലുള്ള ആണുങ്ങൾക്ക് ആർക്കും കയ്യും കാലും ഒന്നും ഉയർത്തി നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആകാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് എസ് ഐയും പറയും. എന്തായാലും സ്റ്റേഷൻ ജാമ്യം ഞാൻ തരത്തില്ല, ആ മാരാര് വക്കീൽ വന്നിട്ട് പോലും ഞാൻ കൊടുത്തില്ലല്ലോ. പിന്നെ അതുകൊണ്ട് നിങ്ങൾ നാളെ കോടതിയിൽ വന്ന് നന്ദുവിനെ കൊണ്ടുപോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ അങ്ങ് കയറിപ്പോവും. അത് കേൾക്കുമ്പോഴത്തേന് എനിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട്. അനി സങ്കടപ്പെട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേന് മുത്തശ്ശി ഇങ്ങനെ ഹാളിലിരിപ്പുണ്ട്. മുത്തശ്ശി ചോദിക്കും, മോനെ എന്തായി, ജാമ്യം കിട്ടുമോ നന്ദുവിനെന്ന്. ഇല്ല മുത്തശ്ശി, നാളെ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തോളാനാ പറഞ്ഞെന്ന് പറയും. അത് കേട്ടുകൊണ്ടാണ് അനാമിക അങ്ങോട്ട് വരുന്നത്. അവൾക്ക് ജാമ്യമൊന്നും കിട്ടത്തില്ല, അവളുടെ കയ്യിലിരിപ്പതല്ലേ, അവളുടെ സ്വഭാവം കൊള്ളത്തില്ല, അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെയുള്ളതൊക്കെ കയറേണ്ടി വന്നത്. എന്തായാലും അവൾ ഇനി എസ് ഐ ഒന്നും ആകത്തില്ലല്ലോ, അത് തന്നെ വലിയ കാര്യമെന്നൊക്കെ അനാമിക പറയുന്നത് കേൾക്കുമ്പോഴത്തേനും മുത്തശ്ശി പറയും, മോളെ ഇങ്ങനെയൊക്കെയാണോ പറയേണ്ട ഒരാളെക്കുറിച്ച്, ആ കുട്ടി നല്ലൊരു പോസ്റ്റിലേക്ക് ജോലിക്ക് പോകുന്നത് നല്ല കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കും. അതെങ്ങനെയാണ്, റോഡിൽ പോകുന്ന ആണുങ്ങളെല്ലാം പിടിച്ച് തല്ലിച്ചല്ലേ ഇവളുടെ പണി, ഇവൾ എൻ്റെ കുടുംബജീവിതവും നശിപ്പിച്ച്, ഇനിയിപ്പം ഇവളെ എന്തൊക്കെയായെന്ന് പറഞ്ഞാലും ഇവൾ പുറത്ത് വരത്തേ ഇല്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് അനാമിക. നന്ദു എസ് ഐ ആകാതിരിക്കാൻ വേണ്ടി ഇവളും ഇവിടെ അച്ഛനും ഒക്കെ ചേർന്ന് ഒപ്പിച്ച കെണിയാണ് ഇതെന്ന് എനിക്ക് സംശയമുണ്ട് മുത്തശ്ശി എന്ന് അനി പറയുമ്പോഴത്തേന് മുത്തശ്ശി പറയും, തെളിവില്ലാതെ ഒരു കാര്യം പറയല്ലോ മോനെ എന്ന് പറയും. അന്നേരത്തേനുടനെ അനാമിക പറയുന്നുണ്ട്, ഇനി അത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മേളെ വെച്ചോണം, അവർക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവൾ തല്ലിയ ആരെങ്കിലും ഒക്കെ ചിലപ്പം ഇവൾക്കെതിരെ കേസും കൊണ്ട് പോയതായിരിക്കും എന്ന് പറയും. അവൾ എന്തായാലും പോയി ജയിലിൽ കിടക്കട്ടെ, അവൾ എന്തായാലും എസ് ഐ ആകത്തില്ല, അത് തന്നെ വലിയൊരു ആശ്വാസം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട അനാമിക അങ്ങ് ഇറങ്ങിപ്പോകുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് മുത്തശ്ശിക്കും ശരിക്കും ദേഷ്യം വരുന്നുണ്ട്.
പുറത്തേക്ക് വരുന്ന അനാമിക വളരെ സന്തോഷത്തിലാണ്. നന്ദു ജയിലിൽ കിടക്കുന്നതൊക്കെ ഓർത്ത് ആസ്വദിച്ച് ചിരിച്ചൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് വരുന്ന അനി പറയുന്നുണ്ട്, നിൻ്റെ മുഖത്തെ സന്തോഷം കണ്ടാൽ അറിയാം നീയും നിൻ്റെ വീട്ടുകാരോടെ ചേർന്ന് നന്ദുവിനെ കുടുക്കിയതാണെന്ന്. അതേടാ ഞാൻ തങ്ങൾ കുടുക്കിയത് തന്നെയാണ്. നിനക്ക് എന്തെങ്കിലും പരാതിയുണ്ട് നീ നാളെ കോടതിയിൽ അങ്ങ് ബോധിപ്പിച്ചോളാൻ പറയും. എന്തായാലും അവൾ ഒരു ചെറുപ്പക്കാരനെ എടുത്തിട്ട് തല്ലി ശരിയാക്കിയിട്ടിട്ടില്ലേ, അവൾക്കെതിരെ മൊഴി പറഞ്ഞിരിക്കുന്നത് ആ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരിയാണ്. അത് കാരണം ഇവൾ എന്തായാലും പുറംലോകം കാണത്തില്ല. നീ ഇനി അവളുടെ പുറകെ നടന്ന് വെറുതെ സമയം കളയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ അവളുടെ ചേച്ചിമാരുടെ എല്ലാ അഹങ്കാരം ഇതോടെ തീർന്നു കിട്ടുമല്ലോ. അവൾ SI ആകുന്നെന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ എന്തൊരു സന്തോഷത്തിലായിരുന്നു. ഇനി അതെന്തായാലും നടത്തി തരത്തില്ലെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് അനി അങ്ങ് ദേഷ്യം കൊണ്ട് അങ്ങ് നിൽക്കാൻ പറ്റത്തില്ലാത്ത പരുവത്തിൽ നിൽക്കുകയാണ്. അന്നേരം അനാമിയെ കയറി അങ്ങ് പോകും. അപ്പോൾ അനി ഇങ്ങനെ എന്തോ ആലോചിച്ച് തീരുമാനിച്ച പരുവത്തിൽ നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.